നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്നും മത്സരിക്കില്ല എന്ന കാര്യം ഏറെക്കുറെ തീരുമാനിച്ചു കഴിഞ്ഞു. വട്ടിയൂർക്കാവിൽ നിന്നല്ല, തിരുവനന്തപുരം ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കില്ല. 2021 തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഫലമോ അവിടെ BJP 2ാം സ്ഥാനത്താവുകയും പകരം വി ശിവൻകുട്ടി വിജയിക്കുകയും ചെയ്തു. ഇത്തവണ തൻ്റെ പഴയ മണ്ഡലമായ വട്ടിയൂർക്കാവിലേക്ക് ചെല്ലാൻ മുരളീധരന് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവിടെ ചിലപ്പോൾ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയായേക്കും. അപ്പോൾ ചേട്ടനും അനിയത്തിയും തമ്മിൽ മത്സരിക്കുന്ന ആ അസാധാരണ സംഭവവികാസം, സ്ഥിതിവിശേഷം ഒഴിവാക്കുക എന്നതുകൂടി മുരളിയുടെ മുന്നിൽ ഉണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ മുസ്ലിം ലീഗ് കെ മുരളീധരന് ഒരു നല്ല സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു. തങ്ങളുടെ ഒരു ഉറച്ച സീറ്റിൽ നിർത്തി കെ മുരളീധരനെ മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കാമെന്നുള്ള ഉറപ്പാണ് മുസ്ലിം ലീഗ് നൽകുന്നത്. ലീഗിന് വലിയ താല്പര്യമുള്ള നേതാവാണ് കെ മുരളീധരൻ. 2006 DICയും കോൺഗ്രസും ഒറ്റമുന്നണിയായി മത്സരിച്ചപ്പോൾ ലീഗിൻ്റെ ഉറച്ച സീറ്റായ കൊടുവള്ളി കെ മുരളീധരന് നൽകിയിരുന്നെങ്കിലും അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല. അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. അവിടെ ലീഗ് വിമതനായ PTA റഹീം വിജയിക്കുന്ന അവസ്ഥയുണ്ടായി. അതിനുശേഷം പിന്നീട് 2011 തെരഞ്ഞെടുപ്പിലാണ് വട്ടിയൂർക്കാവിൽ നിന്നും കെ മുരളീധരൻ മത്സരിച്ച് നിയമസഭയിലെത്തുന്നത്. അതിനുശേഷം 2019 അദ്ദേഹം വടകര നിന്ന് MP ആയതും മുസ്ലിം ലീഗിൻ്റെ കടുത്ത പിന്തുണയോടുകൂടി തന്നെയാണ്. ഇത്തവണ കെ മുരളീധരനെ നിയമസഭയിലെത്തിക്കാൻ മുസ്ലിം ലീഗ് വലിയ ത്യാഗം സഹിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ലീഗിൻ്റെ ഗുരുവായൂർ സീറ്റോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഉറപ്പുള്ള മറ്റേതെങ്കിലും സീറ്റോ, കോഴിക്കോട് ജില്ലയിലെ ലീഗിൻ്റെ പിന്തുണയോടെ ജയിക്കാൻ കഴിയുന്ന കോൺഗ്രസ് സീറ്റോ അദ്ദേഹത്തിന് നൽകുമെന്നാണ് പറയപ്പെടുന്നത്. കൊയിലാണ്ടി അടക്കമുള്ള മുസ്ലിം വലിയ സ്വാധീനമുള്ള സീറ്റുകളും കെ മുരളീധരന് വേണ്ടി നോക്കുന്നുണ്ട്. ഏതായാലും മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ ഒരുപക്ഷെ അവരുടെ മണ്ഡലത്തിൽ നിന്ന് തന്നെ കെ മുരളീധരൻ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൈവശമിരിക്കുന്ന പൊന്നാനി സീറ്റ്, അവിടെയും മുസ്ലിം വിഭാഗങ്ങൾ വലിയ സ്വാധീനമുള്ളതാണ്. മുസ്ലിം ലീഗിനും അവിടെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ വലിയ സ്വാധീനമുണ്ട്. ചിലപ്പോൾ പൊന്നാനിയിൽ നിന്ന് നിയമസഭയിലെത്താനും സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുവായൂരോ പൊന്നാനിയോ അതല്ല എങ്കിൽ കൊയിലാണ്ടി പോലുള്ള മണ്ഡലങ്ങളോ കെ മുരളീധരന് നൽകണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം കെ മുരളീധരനെ എന്ത് വില കൊടുത്തും നിയമസഭയിൽ അടുത്ത തവണ എത്തിക്കണമെന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു. BJPക്കെതിരെ യാതൊരു മടിയുമില്ലാതെ തുറന്ന പോരാട്ടത്തിന് രംഗത്തിറങ്ങുന്ന മുരളീധരനെ നിയമസഭയിൽ നിന്നും മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്നുള്ളത് കൊണ്ട് ഒന്നുകിൽ ലീഗിൻ്റെ ഉറച്ച സീറ്റോ അല്ലെങ്കിൽ ലീഗിൻ്റെ പിന്തുണയോടെ നിന്ന് ജയിക്കാൻ കഴിയുന്ന സീറ്റോ കെ മുരളീധരന് ലീഗ് നേതൃത്വം നൽകുമെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു.